ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് SIT ഉടൻ പരിശോധിക്കും. തിങ്കളാഴ്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, അതീവ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പരിശോധനാ ഫലം ഇപ്പോൾ SITക്ക് കൈമാറിയിരിക്കുന്നു. SIT ഇതിനി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നു. ഈ പാളികൾ എടുത്തുകൊണ്ടുപോയ 98-ൽ അവിടെ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ തന്നെയാണോ തിരിച്ചെത്തിയത് എന്നറിയാനാകുന്ന ഏറ്റവും നിർണായകമായ പരിശോധനയല്ലേ ഇപ്പോൾ VSSCയിൽ പൂർത്തിയായിരിക്കുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് SITക്കും പൊതുസമൂഹത്തിനുമൊക്കെ ഏറെക്കുറെ ഒരു ധാരണ ലഭിക്കുന്നതാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തുടക്കം മുതൽക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ ദ്വാരപാലക ശില്പപാളികളിലെയും കട്ടിളപ്പാളികളിലെയും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 989 ഗ്രാം സ്വർണം മാത്രമാണോ വേർതിരിച്ച് പ്രതികൾ എടുത്തത് എന്നുള്ള കാര്യമായിരുന്നു. കാരണം അത് അത്രത്തോളം 989 ഗ്രാമിൽ ഒതുങ്ങുന്നതല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് SITയും എത്തിയിരുന്നു. കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അത് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ ഉരുപ്പടികളിൽ നിന്നാണ് ആ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ശബരിമലയിൽ എത്തിക്കൊണ്ട് സന്നിധാനത്തെത്തിക്കൊണ്ട് 1998-ൽ വിജയമല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഉരുപ്പടികളിൽ നിന്നൊക്കെ സാമ്പിളുകൾ ശേഖരിച്ചു. അങ്ങനെ 15 സാമ്പിളുകളാണ് ഇതിനോടകം തന്നെ VSSCയുടെ ലാബിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുള്ളത്. ആ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇന്നലെ VSSC നേരിട്ട് മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിക്ക് കൈമാറിയത്. ഇന്നിപ്പോൾ അത് ഒരു പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറിയിട്ടുണ്ട്. SIT ആണ് ഇനിയിപ്പോൾ അതിന്മേൽ വിശദമായ ഒരു പരിശോധന നടത്തിക്കൊണ്ട് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഒപ്പം തന്നെ ഈ കൊണ്ടുപോയിട്ടുള്ള, അതായത് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള പാളികൾ, ആ പാളികളും ഒപ്പം തന്നെ മറ്റുരുപ്പടികളും ഇവയൊക്കെ തന്നെ തിരികെ വന്നിട്ടുണ്ട്. പക്ഷേ ആ തിരികെ വന്നതൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. അതൊക്കെ SIT ആണ് ഇനിയിപ്പോൾ പരിശോധന ഫലം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് വിശദമായി പരിശോധിച്ചുകൊണ്ട് അതിലൊരു തീർപ്പ് വരുത്തേണ്ടത്. അതിനുശേഷം, അതായത് ഇന്നും നാളെയുമായിക്കൊണ്ട് ഇതിന്റെ പരിശോധന നടക്കും. ആ ഫലം കൃത്യമായിട്ട് വിലയിരുത്തും. അതിനുശേഷം മറ്റന്നാൾ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനൊപ്പം തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഹൈക്കോടതി ആയിരിക്കും തീരുമാനിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ എങ്ങനെ വേണം എന്നുള്ളത്. ഇതിൽ ഇതേവരെ കൃത്യമായി SITക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, മറ്റൊന്ന് ഈ കൊണ്ടുവന്ന പാളികൾ ഏത് രൂപത്തിലുള്ളതാണ്, അത് പകരം പാളികളാണോ അതോ ശബരിമലയിൽ സന്നിധാനത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കൊണ്ടുപോയിട്ടുള്ള പാളികൾ തന്നെയാണോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഇവിടെ നിൽക്കുമോ അതെയോ കൂടുതൽ ആഴത്തിലേക്ക് പോകുമോ എന്നുള്ളതിൽ ഒരു ധാരണ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേവരെ ഒരു 15 സാമ്പിളുകൾ, അതായത് ഓരോ ഉരുപ്പടികളിൽ നിന്നും 1 സെന്റിമീറ്റർ ആഴത്തിലാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് SIT കരുതുന്നതാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ ഈ ഉരുപ്പടികളിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ ഈ പൂശിയ സ്വർണം അതിന്റെ ഒരു അളവ്